അങ്ങനെ ഉത്സവമൊക്കെ തീർന്നു. ഇന്ന് ശരിക്കും അമ്പലത്തിൽ ആറാട്ട് ഘോഷയാത്രയാണ്. ആറാട്ടോടുകൂടി ഈ വർഷത്തെ ഉത്സവം തീർന്നു. അപ്പം പോകാൻ വേണ്ടി ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ്. എവിടെ പോകണമെങ്കിലും ഉള്ളൊരു മെയിൻ പരിപാടിയാണിത്. ഡ്രസ്സ് ഇടിയുന്നത് ഇട്ട് കഴിഞ്ഞാൽ ഊരിക്കഴിഞ്ഞാൽ പിന്നെ എടുത്തില്ല, അതാണ് പതിവ്. അപ്പം പോകുന്ന വഴിക്ക് നല്ല അലമ്പാണ്. അത് കഴിഞ്ഞ് അവൻ്റെ സീറ്റിൽ കയറി ഇരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ആറാട്ട് കഴിഞ്ഞു. അപ്പം ആറാട്ട് ഘോഷയാത്ര വന്ന വഴിയൊക്കെ നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലായിടത്തും തന്നെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ വണ്ടിയുടെ സ്ഥലമില്ലാത്ത കാരണം കുറച്ചധികം മാറിയിട്ടിട്ടാണ് നടന്നു പോയത്. അവൻ പതിവ് പോലെ വന്നിട്ട് അവന് വേണ്ടി സാധനങ്ങളൊക്കെ മേടിച്ചു. കാറ്റാടിയും ഒരു കുഞ്ഞു ഫോണ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഇന്ന് അമ്പലത്തിൽ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു. തീരുന്നത് കൊണ്ടും പിന്നെ ആറാട്ടുള്ളത് കൊണ്ടും ആറാട്ട് സദ്യ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ആളുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവിടെയൊക്കെ ഫുള്ളായി. പിന്നെ ഇന്ന് മെഗാ തിരുവാതിരയും കൂടി ഉള്ള ദിവസമായിരുന്നു. അപ്പോൾ അതുകൂടി ഉള്ളതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ചോറ് വിളമ്പാൻ തുടങ്ങി. ഞങ്ങൾ ആദ്യം തന്നെ കയറി മേടിച്ചു. ഞങ്ങൾ ഒത്തു എല്ലാവരും കഴിച്ചിട്ട് പോയി നിൽക്കുന്നവരായിരിക്കും ഞങ്ങളാണ് ലാസ്റ്റെന്ന്. ശരിക്കും ഞങ്ങളായിരുന്നു ആദ്യം. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ തിരുവാതിര തുടങ്ങി. ശരിക്കും പക്ഷേ കാണാൻ പറ്റിയില്ല. പിന്നെ ഘോഷയാത്രയിൽ ആന ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആനയെ പേടിച്ച്, ഞങ്ങൾ താഴെ നിന്ന് കണ്ടായിരുന്നു ആന അവിടെ നിൽക്കുന്നത്. ആനയെ പേടിച്ച് മാറി നിൽക്കുമായിരുന്നു. പക്ഷേ തിരുവാതിര കാണാൻ വേണ്ടി കയറി ചെന്ന് നിന്നത് ആനയുടെ തൊട്ട് പുറകിലായിരുന്നു. അത് ലാസ്റ്റാണ് കണ്ടത്. പിന്നെ ഈ ഒരു സാധനം ഞാൻ ഉത്സവം ഉള്ള സമയത്ത് തന്നെ ഞാനിത് കഴിക്കാൻ വേണ്ടി വന്നായിരുന്നു. പക്ഷേ ആദ്യത്തെ ദിവസങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്ന് മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ അതങ്ങനെ മേടിച്ചു. പക്ഷേ തണുത്ത് പോയായിരുന്നു. ഞങ്ങൾ തിരക്കില്ലാത്തൊരു കടയിൽ നോക്കി മേടിച്ചതായിരുന്നു. പക്ഷേ അവിടെ അത് അത്യാവശ്യം നല്ല തണുത്തതായിരുന്നു കിട്ടിയത്. പിന്നെ ആദ്യം പോയ ദിവസം തന്നെ ഞാൻ കണ്ടൊരു സാധനമായിരുന്നു ഇത്, നമ്മുടെ പൊട്ടറ്റോ. അത് മേടിച്ചൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയായിരുന്നു. അപ്പം നേരെ അവിടെ ചെന്നു അത് പറഞ്ഞിട്ട് നിന്നു. പിന്നെ അറിഞ്ഞത് ഹാഫ് കുക്കഡാണ്, പിന്നെ അത് ഒന്നുകൂടെ ഫ്രൈ ചെയ്ത് തരുവുള്ളൂ എന്ന്. അങ്ങനെ അതും മേടിച്ച് വന്നു. പിന്നെ അത് മേടിച്ച് നേരെ വണ്ടിയിലേക്ക് പോയി. അതൊക്കെ അടിച്ച് പറിച്ച് തിന്ന്. പക്ഷേ ഇതിന് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ മറ്റേ കടല മേടിച്ച് കഴിച്ചതിലും ടേസ്റ്റ് ഇതിനാണ് തോന്നിയത്.